ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബേബീസ് ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ബേബീസ് ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ വിഷുവൊക്കെ ആയിട്ട് നമുക്ക് ഒരു വിഷു വട തയ്യാറാക്കിയാലോ? എല്ലാവർക്കും തന്നെ അറിയാം, എന്നാലും നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് ഒരു വിഷു വട തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വിഷു വട തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, പാക്കറ്റ് അരിപ്പൊടിയാണ്. ഈ ഒരു അളവ് ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പീര, നമ്മൾ ഒരു അരമുറി തേങ്ങാപ്പീര എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഏത്തപ്പഴം ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു 6-7 ഏലയ്ക്ക നമ്മൾ അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ നെയ്യ്, ശർക്കര നമ്മൾ ഉരുക്കിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അരിച്ച് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നെ നമ്മുടെ ഇല, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വിഷു വട തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ അരിപ്പൊടി കുഴയ്ക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ശർക്കര അവലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തേങ്ങയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നെയ്യിടകത്ത് അണ്ടിപ്പരിപ്പിനകത്തൊക്കെ കിടന്ന് തേങ്ങ ചൂടാകുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റും കിട്ടും, നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടും. നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ശർക്കര തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാം. നമുക്ക് എടുത്തു വെച്ചിരുന്ന ഏലയ്ക്ക ചതച്ച് എണ്ണത്തോട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഒരു വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത് ഇവിടെ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിപ്പൊടി നല്ലതായിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ച് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ എടുത്ത് വാഴയിലക്കകത്ത് പരത്തി വയ്ക്കാം. കുറേശ്ശെ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ കൈ ചെറുതായിട്ട് നനച്ചിട്ട് നല്ലതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. നല്ലതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം.
നമുക്ക് ഒരു വശത്തുനിന്ന് മടക്കി കൊടുക്കാം. നമുക്കതൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. ബാക്കി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിയാറായി. നമ്മൾ ഈ നല്ലതായിട്ട് പരത്തിയെടുക്കണം. കൈവെള്ളം തളിച്ച് നല്ലതായിട്ട് പരത്തിയെടുക്കണം, എന്നാലേ കനം കുറഞ്ഞ് കിട്ടത്തുള്ളൂ. നമ്മൾ ഇല വാട്ടിയെടുത്തിരിക്കുന്നതുകൊണ്ട് പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ലതായിട്ട് പരത്തിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 10 എണ്ണത്തിന് വെള്ളം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ് അരിപ്പൊടി കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്ര തയ്യാറാക്കി എടുത്തത്. കൈ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്പച്ചമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടിയിലത്തെ ചെറിയ അപ്പച്ചമ്പായതുകൊണ്ട് അടിയിൽ അടയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന പാത്രം ഇല്ല. ഇഡലി കോരി ഒഴിച്ചെടുക്കുന്ന പാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതാ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഓരോന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. ചെറുതായതുകൊണ്ട് നമുക്ക് ഒത്തിരി വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് രണ്ടായിട്ട് റെഡിയാക്കി എടുക്കാം. നമുക്കിനി അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് വിഷുവട റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ചൂടുവെള്ളത്തിലൊക്കെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല. അപ്പോൾ നല്ലതായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തൊന്നും പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സൂപ്പർ ടേസ്റ്റി വിഷുവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല ചൂടാണ്. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.